ഹലോ! എല്ലാർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്ന് ഞാന് ദേവൂട്ടനെ അംഗനവാടി വിട്ടിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഇരുത്താണ്. ഒരു അന്തം മറിച്ചിലാണ് പോയിട്ട് വന്നു കഴിഞ്ഞാ. സത്യം പറഞ്ഞാ മോനെ കൊണ്ടോയി വിടുന്നത് വരെയും വന്നു കഴിഞ്ഞിട്ട് ഇന്നന്നെ ഓരോ പണികളൊക്കെ ചെയ്യണം എന്നൊക്കെ എന്റെ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ വന്നു കഴിഞ്ഞാ വീട്ടിനകത്തേക്ക് കേറാനേ തോന്നില്ല. മൊത്തം ഒരു നിശബ്ദതയായിരിക്കും. വല്ലാത്തൊരു ടെൻഷനാണ്. എന്താ ചെയ്യണ്ടേ? ഏതാ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. ഏതായാലും എനിക്ക് ഉച്ചത്തേക്ക് കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഉള്ളിത്തീയലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി തോലൊക്കെ കളയുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണെങ്കില് മീറ്റിംഗും ഉണ്ട്. അപ്പൊ അതില് പങ്കെടുക്കുകയും വേണം. അപ്പൊ ഞാൻ വേഗം കറിയൊക്കെ വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ചെറിയുള്ളിയൊക്കെ അങ്ങനെ ഞാൻ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ട്. ഞാൻ വലിയ ചെറിയുള്ളിയൊക്കെ 2ആയിട്ട് അങ്ങനെ പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തേങ്ങ വേണം. അപ്പൊ ഈ തീയലുണ്ടാക്കുമ്പോ നമ്മള് തേങ്ങ എടുക്കുമ്പോ നല്ല മൂത്ത തേങ്ങ ഉണ്ടാവുമല്ലോ. അതില് നല്ല എണ്ണയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ തേങ്ങ വേണം നമ്മള് തീയലുണ്ടാക്കാൻ വേണ്ടി എടുക്കാന്. അപ്പൊ ഞാനൊരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഒഴിക്കാതെ ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്യണം. തേങ്ങ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പൊ 3 വലിയ സ്പൂൺ മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ മല്ലിയും തേങ്ങയും എല്ലാം കൂടി ഒന്നിങ്ങട് മൂത്ത് വരുമ്പോ നല്ലൊരു സ്മെല്ലാണല്ലോ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ മിക്സ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഉള്ളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഉപ്പും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിക്കണം. അപ്പൊ ഒരു നെല്ലിക്ക വലിപ്പത്തില് പുളി എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള പുളിങ്ങാട്ടോ എന്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കറുത്ത കളറും കിട്ടും. അപ്പൊ പുളി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെക്കാം. എന്നിട്ട് മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അങ്ങനെ നിൽക്കണം. അതാണ് അതിന്റെ ഒരു പരുവം. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എണ്ണ മാത്രേ ഉള്ളൂ. പിന്നെ ഇത്തിരി കൂടി കറിവേപ്പിന്റെ ഇല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഉള്ളിത്തീയൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തീയലൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഊണൊക്കെ കഴിച്ച് വേഗം അംഗനവാടി പോയി. അംഗനവാടിയിലേക്ക് വീട്ടിന്ന് കുറച്ച് ദൂരം അങ്ങട് നടക്കാനുണ്ട്. ഒരു ഇടവഴി കൂടെയൊക്കെ അങ്ങനെ കേറി പോണം. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണെങ്കിലോ ആരും വന്നിട്ടില്ല. ഞാൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്തിരി സമയം ഞാൻ അവിടെ അംഗനവാടിയുടെ മുന്നിലെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചറും ഹെൽപ്പറൊക്കെ വന്നിട്ട് ഉള്ളില് മുകളിലൊരു റൂമുണ്ട്. അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അവിടെയാണ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുക പറഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന് എന്തോന്ന് ചെയ്യാൻ. അപ്പൊ ഞാൻ അവിടെ സിറ്റ് ഔട്ടിലന്നെ അങ്ങനെ ഇത്തിരി നേരം ഇരുന്നു. ദേവൂട്ടൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര കരച്ചിലായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പുറത്തന്നെ അങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോ പാരന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ മത്സ്യങ്ങൾ കൊടുക്കണം അതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അല്ല അതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം പിന്നെ അംഗനവാടി വിട്ട് ഞാനും ദേവൂട്ടനും കൂടെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇന്നത്തെ എന്റെ കുക്കിങ്ങും മറ്റു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.